ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു സ്പെഷ്യൽ രീതിക്കുള്ള ബത്തൽ തോരനാണ് കേട്ടോ. ബത്തൽ എന്നും പറയും, അല്ലെങ്കിൽ നെത്തോലി എന്നും പറയും. അപ്പൊ നമ്മൾ സ്പെഷ്യൽ രീതിക്കാണ് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്, തോരൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യമായത് തക്കാളി, തേങ്ങ, പച്ചമുളക്, സവാള, പിന്നെ നമ്മുടെ ബത്തലുമാണ്. അതിൻ്റെ കൂടെ മഞ്ഞപ്പൊടിയും ചേർത്ത് നമുക്കിത് ഒന്ന് ചതച്ചെടുക്കണം. ഇതേ കളറിൽ ചെറിയ മഞ്ഞ കളർ മതി കേട്ടോ. ബത്തലിൻ്റെ കൂടെ തക്കാളി, പച്ചമുളക്, ഈ തേങ്ങ നമ്മൾ ഈ ചതച്ച് വെച്ചല്ലോ അത് കൂടെ ഇതിൻ്റെ കൂടെ ഇടുക. അതിൻ്റെ കൂടെ ഉപ്പ്, നമ്മൾ പാകത്തിന് ഉപ്പിടണേ. ഇത് നല്ലോണം കൈ കൊണ്ട് ഇങ്ങനെ നോക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി ചട്ടി ചൂടായി വരുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ പാരാം. ഇനി നമ്മൾ ഇതിലോട്ട് സവാള എരിഞ്ഞു വെച്ചതാണ് ഇടാൻ വേണ്ടി പോകുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ സകലം ഉപ്പാണ് കേട്ടോ ഇടാൻ പോകുന്നത്. അതിന് അത്യാവശ്യം നമുക്ക് വേണ്ട ഉപ്പ് ഇടാം. അതിന് ശേഷം നമ്മൾ മഞ്ഞപ്പൊടി കൂടി ചെറുതായിട്ട് ഇടാം കേട്ടോ. നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇടാം കേട്ടോ. ഇനി നമ്മൾ ഈ സവാള വാട്ടി ചെറിയ രീതിയിൽ വാടിയാൽ മതി. അതിൻ്റെ കൂടെ നമ്മൾ ഈ അരപ്പ് വെച്ചല്ലോ ബത്തലിൻ്റെ കൂടെ എല്ലാം ഇട്ട് തേങ്ങ എല്ലാം ഇട്ട് കണ്ട് അത് നമ്മൾ ഇതിലേക്ക് തട്ടി കൊടുക്കുക. അതുപോലെ ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ ലേശം ഉലുവ, പച്ച ഉലുവ കേട്ടോ, ഇങ്ങനെ വെതറിയിടുക. സാധനം കുറച്ച് സകലം വെളിച്ചെണ്ണ മുകൾ കൂടെ ഇങ്ങനെ ഇട്ടിച്ച് ഇത്തിരി അടച്ച് വെക്കുക. കുറച്ച് വെളിച്ചെണ്ണ പണ്ട് സകലം ഒന്ന് തിളച്ച് വരിക, നേരെ ഓഫാക്കുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അത് നല്ല ടേസ്റ്റുമാണ്. അപ്പം നമ്മളിത് അവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്.